എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച തെന്മല ഡാം വഴിയൊക്കെ ഒന്ന് ചുറ്റാൻ പോയി കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നിപ്പം ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വളരെ വൈകിയാണ് പോയത് കേട്ടോ. അപ്പോൾ തെന്മലയിൽ പോയിട്ട് അവിടെയുള്ള എല്ലാ ഒരു പാക്കേജ് തന്നെയുണ്ട്. അതുപോലെ തന്നെ അവിടെ എല്ലാത്തിലും പോയി നമുക്ക് കാണാനും അത് കയറാനും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു 11:30 ആകുമ്പോഴെങ്കിലും അവിടെ എത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം 4 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം 4:45 ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയായിരുന്നു. അപ്പോൾ പക്ഷേ ആ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അത് നമുക്ക് ഇവിടുന്ന് പുനലൂർ വഴി വേണമെങ്കിലും പോകാം, കുളത്തൂപ്പുഴ വഴി വേണമെങ്കിലും പോകാം കേട്ടോ. ദൂരമൊക്കെ ഏകദേശം ഒരേപോലെയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്കിഷ്ടം കുളത്തൂപ്പുഴ വഴി പോകാനാണ്. അപ്പോൾ ഈ പുനലൂർ വഴി പോകുമ്പോൾ കുറേ വളവും ഇങ്ങനെ വളഞ്ഞ് പോകുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഏത് റോഡിൽ കൂടെ ഏത് വഴിയായാലും നമുക്ക് റോഡെല്ലാം നല്ലതാണ്. അപ്പോൾ കുറേ നാളായി ഞാൻ വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലൊന്ന് മൊബിലിയോ ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് റിവേഴ്സൊക്കെ എടുത്തു. എന്നിട്ട് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ ഇട്ടൊന്ന് ഓടിച്ച് നോക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സും വെള്ളവും ഒക്കെ എപ്പോഴും കരുതിയേക്കും കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല അതിരിക്കുട്ടൻ എപ്പോഴാണ് വെള്ളം വേണമെന്ന് പറയുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ പോകുമ്പം എല്ലാ അമ്മമാരും ഇതേപോലെ കരുതും അല്ലേ, കുട്ടികൾക്ക് വേണ്ടുന്ന അത്യാവശ്യ ആഹാര സാധനങ്ങളും വെള്ളവും എല്ലാം മിക്ക അമ്മമാരും കരുതാറുണ്ട്. അപ്പോൾ നമ്മൾ പോയ വഴിയിൽ ഈ പനന്തേങ്ങ ഉണ്ടല്ലോ, പനന്തേങ്ങ ഉണ്ടായിരുന്നു, കരിക്കുണ്ടായിരുന്നു, അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോയ വഴിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് മറന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രുചിയായിരുന്നു. അപ്പം ഫ്രഷ് ആയിട്ടുള്ള പനന്തേങ്ങയൊക്കെ നമുക്ക് ഇങ്ങനെ വെട്ടിക്കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് നല്ലൊരു യാത്രയാണ് കേട്ടോ നമ്മുടെ തെന്മല യാത്ര. അപ്പോൾ ഞാൻ വണ്ടി മുമ്പോട്ടും പുറകോട്ടും ഒക്കെ എടുത്തിട്ട് അവിടെ ഒന്ന് നിർത്തി. അപ്പോൾ ഇനി നന്ദേട്ടൻ വന്നിട്ട് ദേ കേട്ടോ മല എന്താണ് പറയുന്നത്, മലരേണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയേറ്റോരാലസൽ ഗ്രാമഭംഗി എന്ന് പറയുന്ന കവി പാടിയതുപോലെ കാടുകളും പുഴകളും ഒക്കെ തിങ്ങി നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ തെന്മല. അതേപോലെ തന്നെ ആ പോകുന്ന ആ ഒരു പ്രദേശം എനിക്ക് തോന്നുന്നു ഇത് ചെക്ക് ഡാം ആണെന്ന് തോന്നുന്നു, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അവിടെ കയറി നിന്നിട്ട് ഇങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബോട്ടിങ്ങിൻ്റെ ആ ബോട്ട് യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഒരു ബോട്ട് ഇങ്ങനെ പോകാനായിട്ട് കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് പോകണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ദേ നമ്മുടെ ഒരു കുരങ്ങൻ ഇങ്ങനെ അതിലേ കൂടെ നടന്നു പോകുന്നുണ്ടോ. പക്ഷെ ചെറിയ കുരങ്ങ് ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ കാണാം ഒരു ഐസ്ക്രീമൊക്കെ പിടിച്ചിട്ട് ഒരു ചേച്ചി അതിലേ കൂടി ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ കുരങ്ങ് അവരുടെ പുറകെ ഇങ്ങനെ വരികയാണ്. അവൻ്റെ ഉദ്ദേശം അത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുരങ്ങിൻ്റെ ശല്യം ചെറുതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ ചെറിയ ചെറിയ പുഴുക്കളുണ്ടായിരുന്നു. അതായത് ഈ ആട്ടാമ്പുഴു ഉണ്ടല്ലോ, അതിൻ്റെ ആ കൈവരിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. അപ്പുറത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രോമൊക്കെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൊറി ഉണ്ടാവും. അപ്പം എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഒരുവിധമുള്ള അപകടങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. പിന്നെ നമ്മൾ അവിടെ വന്നിട്ട് എന്താ വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണാനുള്ള സമയം പോയതിനാൽ നമ്മൾ അവിടുത്തെ അക്വേറിയത്തിൽ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കയറി. അതൊക്കെ പൈസ വളരെ കുറവാണ് കേട്ടോ. കുറേ എനിക്ക് തോന്നുന്നു 10-15 സൈസിലുള്ള മീനുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ തെന്മല ഇക്കോ ടൂറിസത്തിൽ ലഭ്യമായ പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഇവയാണ്. അപ്പോൾ സോഫ്റ്റ് ട്രെക്കിംഗ് ഉണ്ട്, ചെന്തുരുണി വന്യജീവി സങ്കേത ട്രെക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. ഞാൻ ആ കാണിച്ച സ്ഥലത്ത് നിന്നാണ് ബോട്ടിങ്. പിന്നെ ബട്ടർഫ്ലൈ സഫാരി, അഡ്വഞ്ചർ സോൺ ഉണ്ട്, എലിവേറ്റഡ് വാക്ക്വേ ഉണ്ട്, റോക്ക് ക്ലൈംബിംഗ് ഉണ്ട്, മൗണ്ടൻ ബൈക്കിംഗ് ഉണ്ട്, റിവർ ക്രോസിംഗ് ഉണ്ട്, നേച്ചർ ട്രെയിലുകൾ, അതേപോലെ ലെഷർ സോൺ, മാൻ പുനരധിവാസ കേന്ദ്രമുണ്ട്, കുട്ടികളുടെ പാർക്കുണ്ട്, സംഗീത ജലധാരയുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്, നക്ഷത്രവന 27 നക്ഷത്ര വൃക്ഷങ്ങളുടെ ഉദ്യാനമുണ്ട്, പിന്നെ അക്വേറിയം, ശില്പോദ്യാനം, അതേപോലെ നേച്ചർ ട്രെയിലുകൾ, ഇക്കോ ട്രെക്ക് പാക്കേജുകൾ, പിന്നെ രാത്രി ക്യാമ്പിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പാക്കേജുകളായിട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സമയം വളരെ താമസിച്ച് പോയതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പം അവിടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണം കേട്ടോ.
എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ രാവിലെ പോയിട്ട് അവിടെ പോയിട്ട് ഈ എല്ലാ ഇതിലും നമുക്ക് ബോട്ടിൽ കയറണം. അതേപോലെ തന്നെ ആ ചെന്തുരുണി ആ വനത്തിലൊക്കെ ഒന്ന് പോകണം. അപ്പം അവിടുത്തെ അതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഒരാളെ നമുക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ആ ആളാണ് നമ്മളോട് പറഞ്ഞത് ഇത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലെല്ലാം നമുക്ക് കയറി നമുക്ക് എൻജോയ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും അത് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ അവിടുത്തെ ആ അക്വേറിയത്തിൽ കയറി വിവിധ തരത്തിലുള്ള മീനുകളെയൊക്കെ കണ്ടു. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല വലിയ മീനുകളൊക്കെയാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ചില വലിയ മീനുകൾക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ആ ചില്ല് ഗ്ലാസ് കുറച്ചുകൂടി ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ ആ മീനുകൾക്ക് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാം എന്നെനിക്ക് ചില അക്വേറിയത്തിൽ കണ്ടപ്പോൾ തോന്നി. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിരാനയൊക്കെ ഉണ്ട് കേട്ടോ. പിരാന ഉണ്ടായിരുന്നു. പിന്നെ അതിനെല്ലാം ഓരോ മീനുകൾക്ക് അവരവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനിൻ്റെ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ പിരാന എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ആ മീനെ എനിക്ക് അറിയാം. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു, പിന്നെ ഗൗര മീൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ മീനുകളെയൊക്കെ നമുക്കറിയാം. അപ്പം ഈ കാണുന്ന അതാണ് അവിടുത്തെ അക്വേറിയം പാർക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് അച്ചാറുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മീൻ വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള ഈ കാണുന്നത് എന്താണെന്നറിയാമോ? എന്തോ പ്രേത മീനോ അങ്ങനെയും കണ്ടാണ് ഇതിൻ്റെ പേര്. അത് നോക്കിയാണ് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. പക്ഷേ അതുമായിട്ട് സാമ്യമുള്ള എന്തോ പേരാണ്. അപ്പോൾ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അത് ഇങ്ങനെ പോകുന്നു നോക്കും. അപ്പം നമുക്ക് അച്ചാർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാം ഫിഷിൻ്റെ കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നമുക്ക് അതിലേക്കൂടെ ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത് ആ റോഡ് സൈഡുകളിൽ ഇരുവശത്തും മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് ആ റോഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു പന്തൽ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് നിങ്ങളെ ഞാൻ കുറച്ച് കാണിച്ചു. പക്ഷേ ചില നല്ല കുട പിടിച്ച് നിൽക്കുന്ന മരങ്ങൾ പോലെയുള്ളത് കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇതാണ് നമ്മുടെ കുട്ടികളുടെ ഒരു കൊച്ചു പാർക്ക്. അപ്പോൾ അതിൽക്കുട്ടനെ അവിടെ കുറേ താറാവുകളുടെ ഒരു എന്താണ് പറയുന്നത്, അതിനകത്ത് ഒരു താറാവാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറ്റിയൊക്കെ അതിൽക്കുട്ടനെ ഇങ്ങനെ കറക്കി. അപ്പോൾ അതിൽക്കുട്ടനെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ ഉണ്ടായിരുന്നെങ്കിലും അന്നേരം ഒന്ന് തോർന്നായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ കുളത്തൂപ്പുഴ വഴിയാണെന്ന് പറഞ്ഞില്ലേ, അപ്പം അയ്യപ്പ ക്ഷേത്രത്തിലൊന്ന് കയറി. അയ്യപ്പൻ്റെ ആ അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ ഉള്ള ഒരു ഊഞ്ഞാലാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇരുന്നാടാം. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഓണത്തിനൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ അച്ഛൻ ഊഞ്ഞാലിട്ട് തരുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും നമ്മളവിടെ പാർക്കിലൊക്കെ പോയി ഊഞ്ഞാലാടിയിട്ടുണ്ടെങ്കിലും ഇത്രയും വിശാലമായിട്ട് ഊഞ്ഞാലാടിയത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അയ്യപ്പൻ്റെ ആ തിരുനടയിൽ വെച്ചാണ്. പിന്നെ നമ്മുടെ തിരുമക്കൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആളുകളെല്ലാം അതിന് നിറയെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു യാത്രയായിരുന്നു നമ്മുടെ കൊളത്തൂപ്പുഴ വഴിയുള്ള നമ്മുടെ തെന്മലയിലേക്ക് പോക്ക് കേട്ടോ. അപ്പം ആ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെല്ലാം തെന്മലയിലൊന്ന് പോകണം. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ പൊന്മുടിയൊക്കെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐശ്വര്യക്കുട്ടിയും അതിൽക്കുട്ടനും കൂടെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ. എല്ലാവരും അമ്പലത്തിൽ വരുന്നവരെല്ലാം ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.